നമസ്കാരം. കേരള PSC ആദ്യമായി നടത്താൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ മാത്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. വരാനിരിക്കുന്ന 10th ലെവൽ എക്സാമിന്റെ സിലബസ് നേരത്തെ തന്നെ PSC പ്രഖ്യാപിച്ചതാണ്. നമുക്ക് ആ സിലബസ് എല്ലാം അറിയാം. അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ പാഠഭാഗമായ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതാണ് ഒന്നാമത്തെ ലെസൺ. രണ്ടാമത്തേത് LCM ആൻഡ് HCF, ലസാഗുവും ഉസാഖയും. മൂന്നാമത്തേത് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. നാലാമത്തേത് ഡിസിമൽസ്, ദശാംശ സംഖ്യകൾ. അഞ്ചാമത്തേത് ആവറേജസ്, ശരാശരി. ആറാമത്തേത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്, വർഗവും വർഗമൂലവും. ഏഴാമത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. അവസാനത്തെ പാഠഭാഗം ദൂരവും വേഗതയും, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഈ 8 പാഠഭാഗങ്ങളാണ്, 8 ലെസൺസ് ആണ് PSC വരാനിരിക്കുന്ന ഫെബ്രുവരിയിൽ ചിലപ്പോൾ പരീക്ഷ പ്രതീക്ഷിക്കാം. ആ ദിവസങ്ങളിൽ നടത്താൻ പോകുന്ന പരീക്ഷകളിൽ ഈ പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമാന നിലവാരമുള്ള PSC പരീക്ഷകളിൽ മാത്സ് വിഭാഗത്തിൽ ചോദിച്ചിരിക്കുന്ന മുൻ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ് ഇവിടെ എടുക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും. ആ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ സിലബസ് മനസ്സിലാക്കി അതിന്റെ കണ്ടന്റ് അറിയുക എന്നുള്ളതാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യത്തെ ചോദ്യം എഴുതുന്നു. 7 plus 7 within bracket divided by 7 whole divided by 5 plus 5 divided by 5. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുക? ഏതെല്ലാം കാര്യങ്ങളായി നമുക്ക് അറിഞ്ഞിരിക്കണം? ഇപ്പൊ സംഖ്യകളെ സംബന്ധിച്ചുള്ള നമ്പേഴ്സിനെ സംബന്ധിച്ചുള്ള ബേസിക് ഐഡിയാസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യകർത്താവ് പരിശോധിക്കുന്നത്. സംഖ്യകളെ കുറിച്ച്, നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ന്യൂമറിക്കൽ അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. സംഖ്യാവബോധം, അല്ലെ, സംഖ്യകളുടെ പ്രത്യേകതകളെ അവയുടെ പ്രാധാന്യം അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഈ ലെസണിൽ നമ്മൾ പറയാൻ പോകുന്ന ആശയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് എന്താണ്? ബോഡ്മാസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബോഡ്മാസിന്റെ വെളിച്ചത്തിൽ ഈ ചോദ്യത്തിനെ നമുക്ക് ചെയ്യാൻ കഴിയണം. എങ്ങനെയാണ് നമ്മൾ ബോഡ്മാസിനെ ഒന്ന് അറിയുക? ബ്രാക്കറ്റ്, ബി ബ്രാക്കറ്റിനെ സൂചിപ്പിക്കുന്നു. ബ്രാക്കറ്റ്, ഓ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓഫിനെ സൂചിപ്പിക്കുന്നു. D indicates division. M indicates multiplication. A indicates addition. And S indicates subtraction. ബേസിക് ഓപ്പറേഷൻ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിൽ ഏതിന് കൊടുക്കാം? ബ്രാക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് ഓഫ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, ബ്രാക്കറ്റ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ബ്രാക്കറ്റിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നീടോ ഓഫ്, അല്ലെ, ഓഫ് എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബിഫോർ ഡിവിഷൻ, അല്ലെ. നോർമലി എങ്ങനെയാണ്? ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. എന്നാൽ ഡിവിഷന് മുൻപുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഓഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് 3 of 4, അല്ലെ, 3 into 4 എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഓഫിന്റെ മീനിങ് എന്താണ്? അത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന് മുൻപുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അപ്പൊ D ഡിവിഷനെ സൂചിപ്പിക്കുന്നു, M മൾട്ടിപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്നു, A അഡിഷൻ ആൻഡ് S സബ്ട്രാക്ഷൻ. അപ്പൊ ഈ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ കഴിയൂ. ക്വസ്റ്റ്യൻ നോക്കുക. 7 plus 7 within bracket whole divided by 7 whole upon 5 plus 5 divided by 5. എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സംഖ്യ 7 plus 7 എത്രയാണ്? 21 divided by 7. ആദ്യമേ നമ്മൾ അത് അവിടെ എഴുതുന്നു.
ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഡിനോമിനേറ്ററിൽ എന്തില്ല, ബ്രാക്കറ്റ് ഇല്ല. ന്യൂമറേറ്ററിലാണ് ബ്രാക്കറ്റ് ഉള്ളത്, അംശത്തിലാണ് ബ്രാക്കറ്റ് ഉള്ളത്. ഛേദത്തിൽ ഡിനോമിനേറ്ററിൽ എന്തില്ല, ബ്രാക്കറ്റ് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഏതിലേക്ക് വരണം, 5 + 5 + 5 ഡിവൈഡഡ് ബൈ 5 അല്ലേ. ഏതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ വരിക, ഡിവിഷൻ. ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൾട്ടിപ്ലിക്കേഷനിലേക്കും അഡീഷനിലേക്കും വരാവൂ. അപ്പൊ അതിന്റെ ഡിനോമിനേറ്റർ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്, 5 + 5 + 5 നമ്മൾ ആദ്യം എഴുതണം. പ്ലസ് എത്രയാണ്, 5 ഡിവൈഡഡ് ബൈ 5, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ അഡീഷനിലേക്ക് വരാവൂ. 5 ഡിവൈഡഡ് ബൈ 5 നമുക്കറിയാം അത് എത്രയാണ്, 1 തന്നെയാണ്. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ വരുന്നു 21 ഡിവൈഡഡ് ബൈ 7. എത്രയാണ് 21 ഡിവൈഡഡ് ബൈ 7, ഇറ്റ് ഈസ് 3. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ലഭിക്കുന്നു, 5 + 5 + 1 ദാറ്റ് ഈസ് 11. എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 3/11 എന്ന് പറയുന്ന ആൻസർ കിട്ടും. മത്സര പരീക്ഷകളിലെ ഗണിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിലെ ചോദ്യങ്ങളിൽ ഊന്നിയാവണം മത്സര പരീക്ഷയിലെ മാത്സ് നമ്മൾ ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമാന സ്വഭാവമുള്ള സമാന നിലവാരമുള്ള മുൻ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ കണ്ടെത്തി അവയെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഫസ്റ്റ് ലെസൺ ആണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കൂടെ ഏത് കോൺസെപ്റ്റിലൂടെ നമ്മൾ കടന്നുപോയി, പാഡ്മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ കടന്നുപോയി. അപ്പൊ ആ പാഡ്മാസിന്റെ വിശദീകരണമാണ് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നമ്മൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എഡിഷനും സബ്ട്രാക്ഷനും ഉണ്ടല്ലോ, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണോ എന്ന് ചോദിച്ചാലോ എന്തായിരിക്കും നമ്മുടെ മറുപടി? പലരും പറയും ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ എഡിഷനും സബ്ട്രാക്ഷനും ഏത് ക്രമത്തിലും ചെയ്യാം, ഇടയിൽ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ. ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം. ബ്രാക്കറ്റുകളില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആൻസറിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇപ്പൊ എന്താണ് ചോദ്യം, എഡിഷൻ സബ്ട്രാക്ഷനും ഏത് ഓർഡറിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാം, ഇടയിൽ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ എഡിഷൻ സബ്ട്രാക്ഷനും ഏത് ഓർഡറിലും വേണമെങ്കിലും ചെയ്യാം. ബ്രാക്കറ്റ് വരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, അതിന്റെ ഓർഡർ നേരെ മുകളിലേക്ക് വരുന്നതായിട്ട് കാണും. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യത്തെ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഷനിലേക്ക് വരുന്നത്. ബ്രാക്കറ്റ് കഴിഞ്ഞു, ഓഫിന്റെ ബേസ് ഇവിടെ ഇല്ല, പിന്നെ ഡിവിഷനാ വരുന്നത്, ഡിവിഷൻ നമ്മൾ ഇവിടെ ചെയ്തു, പിന്നീട് അതിന്റെ അനുസരിച്ചുള്ള ഓപ്പറേഷൻസിലൂടെ കടന്നു വരികയാണ് ചെയ്തത്. മനസ്സിലായല്ലോ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം, if addition indicates multiplication, subtraction indicates division, multiplication indicates subtraction, ആയാൽ 2 + 6 - 4 × 1 എന്നുള്ളതിന്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഡിഷൻ ഇൻഡിക്കേറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യണം. രണ്ടാമതോ സബ്ട്രാക്ഷൻ അല്ലെ, മൈനസ് ഇൻഡിക്കേറ്റ്സ് ഡിവിഷൻ, മൈനസ് കണ്ടു കഴിഞ്ഞാലോ ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഇൻഡിക്കേറ്റ്സ് ഇൻറ്റു കണ്ടു കഴിഞ്ഞാലോ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് 2 + 6 - 4 × 1 ആണ് ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് ആവശ്യപ്പെട്ടത്. ഇപ്പൊ ഇതിന്റെയും കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ പാഡ്മാസ് ആണ്. പക്ഷെ എന്താണ് ഒരു വ്യത്യാസം, നേരത്തെ ചോദ്യത്തിൽ നമ്മൾ ബ്രാക്കറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ അതേപോലെയാണ് നമ്മൾ പാഡ്മാസ് അപ്ലൈ ചെയ്തത്. ഇവിടെ എന്താണ് വ്യത്യാസം, കൺവേർഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് ഇതിൽ അല്ലെ. എന്താണ് കൺവേർഷൻ, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസിനെ ആസ് പെർ കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഏതിലേക്ക് വരാവൂ, പാഡ്മാസ് സിംപ്ലിഫിക്കേഷനിലേക്ക് വരാവൂ. അപ്പൊ അതെന്താണ് കൺവേർഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 2 + 6 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്ലസിന്റെ പ്ലേസിൽ എന്ത് എഴുതണം, 2 × 6 എന്ന് എഴുതണം. -4 ആണ് അല്ലെ, മൈനസിന്റെ പ്ലേസിൽ എന്ത് എഴുതണം,
ഡിവിഷൻ എന്ന് എഴുതണം. 4 into 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റുവിന്റെ പ്ലേസിൽ എന്ത് എഴുതണം? മൈനസ് എന്ന് എഴുതണം. അപ്പൊ ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൺവേർഷൻ. അപ്പൊ കൺവേർഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ ബോഡ്മാസ് അപ്ലൈ ചെയ്യാവൂ. ആ കൺവേർഷന്റെ പ്രോസസ്സാണ് നമ്മൾ ഇപ്പോൾ ആദ്യമേ പറയുന്നത് അല്ലെ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇറ്റ് ഈസ് ടു പ്ലേസ് ഇൻഡിക്കേറ്റ്സ് ഇൻടു. പ്ലേസിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഇൻടു കൊടുക്കണം. 6 മൈനസ് ഇൻഡിക്കേറ്റ്സ് ഡിവിഷൻ. മൈനസ് ഏതിനെ സൂചിപ്പിക്കുന്നു? ഡിവിഷനെ സൂചിപ്പിക്കുന്നു. അവിടെ കൊടുത്തു. 4 ഇവിടെ എഴുതി. നെക്സ്റ്റ് ഇൻടു ഇൻഡിക്കേറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇൻഡിക്കേറ്റ്സ് സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ വരുന്നിടത്ത് എന്ത് കൊടുക്കണം? സബ്ട്രാക്ഷൻ കൊടുക്കണം. നമ്പർ ഇവിടെ എഴുതുന്നു. The first conversion process is over. അല്ലെ, കൺവേർഷൻ പ്രോസസ് എന്ന് പറയുന്ന ആദ്യഘട്ടം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പിന്നിട്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലെ, ഇത് നമ്മൾ പറയുന്ന റിസൾട്ട് ഇതിനെ ഇതിലേക്ക് കൊണ്ടുവരണം. ബോഡ്മാസ് ഓപ്പറേഷനിലേക്ക് മാറ്റിയതിനു ശേഷം അതിന്റെ ഉത്തരത്തിലേക്ക് വന്നെത്തും. അപ്പൊ അതുകൊണ്ടാണ് ബോഡ്മാസ് നമ്മൾ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് മുൻഗണനാക്രമത്തിലാണ് നിങ്ങൾ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ബ്രാക്കറ്റും എല്ലാം സിംപ്ലിഫൈ ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറയുന്നതാണ് ബോഡ്മാസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ചെറിയ കുട്ടികൾ അതിനെ ഡിമാസ് എന്ന് പറയാറുണ്ട്. കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സുകളിൽ ബി ബോഡ്മാസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ 10th ലെവലില് നമുക്ക് ബോഡ്മാസ് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അതിലേക്ക് വരാനാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷൻ പ്രോസസ് ആണ്, സിംപ്ലിഫിക്കേഷൻ പ്രോസസ് ആണ് അല്ലെ. ആ കാൽക്കുലേഷൻ പ്രോസസ്സിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എങ്ങനെ എഴുതുന്നു അത്? 2 into 6 divided by 4 അല്ലെ. ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. കാരണം ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് നോക്കുക. ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിവിഷൻ ആദ്യമേ നമ്മൾ എഴുതണം. 6 divided by 4 എന്ന് എഴുതുന്നു. പിന്നീടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? -1 എന്ന് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരും. ഇനി കാൽക്കുലേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 4ല് 2 twice ആണ്. It is 6 divided by 2 എന്ന് കിട്ടുന്നു. We know that അല്ലെ. 6 divided by 2 എത്രയാണ്? 3 ആണ്. It is 3 minus 1. എത്ര വരുന്നു ആൻസർ? 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആൻസർ 2. പലതവണ PSC പരീക്ഷകളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എക്സാമിന് ഒരുങ്ങുന്ന സമയത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ 10th ലെവൽ എക്സാം ഫസ്റ്റ് ടൈം ആണ് PSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മുടെ കയ്യിലില്ല. അതിന്റെ സമാന സ്വഭാവമുള്ള PSC മുൻപ് നടത്തിയിരിക്കുന്ന സമാന നിലവാരമുള്ള നിരവധി ചോദ്യപേപ്പറുകളുണ്ട്. അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിൽ രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങൾ ഇവിടെ കണ്ടെത്തിയത് അല്ലെ. അപ്പൊ അതിൽ ഓപ്പറേഷൻസിന്റെ കൺവേർഷനിലൂടെ കടന്നു വന്ന് ബോഡ്മാസ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫിക്കേഷനിലൂടെ വന്ന് ഉത്തരത്തിലേക്ക് വന്നെത്തുന്നു. എത്രയാണ് നമുക്ക് ലഭിച്ച ആൻസർ? എത്രയാണ്? ഇറ്റ് ഈസ് ആൻസർ 2. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്. It is 1 divided by 2 divided by 3 divided by 4. 1 divided by 2 divided by 3 divided by 4 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മത്സര പരീക്ഷകളിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. കോമ്പറ്റേറ്റീവ് എക്സാംസ് എപ്പോഴും സ്പീഡ് മാത്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. വേഗത്തിൽ ഉത്തരങ്ങൾ ചെയ്യാനുള്ള മാർഗമുണ്ടോ? ക്വിക്കർ മാത്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് യൂസ് ചെയ്യാം, ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാം, ട്രിക്കി മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലൂടെ നമ്മൾ ഈ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യും. എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് A divided by B divided by C divided by D equals അല്ലെ. How we can write? It is A upon അല്ലെ A whole divided by BCD. It equals A divided by BCD എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യും. എന്താണ് ക്വസ്റ്റ്യൻ? A divided by B divided by C divided by D അല്ലെ. അങ്ങനെ ഇത്ര വേണമെങ്കിലും അവർ എഴുതിക്കോട്ടെ. EO FO GO HO doesn't matter. എന്ത് ചെയ്താൽ മതി? It is the first number comes in the numerator അല്ലെ. ഫസ്റ്റ് നമ്പർ മാത്രമാണ് ന്യൂമറേറ്ററിൽ വരിക, അംശത്തിൽ വരിക. ബാക്കിയുള്ളത് ത്രൂ ഔട്ട് എവിടെയാണ് വരിക? ഡിനോമിനേറ്ററിലാണ് വരിക, ഛേദത്തിലാണ് വരിക.
അപ്പൊ ആ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? A divided by BCD എന്ന് ഓർമ്മയിൽ വെക്കും. എന്താണ് ഇക്വേഷൻ? A divided by B divided by C divided by D equals A upon A whole divided by BCD. ഈ ഇക്വേഷൻ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. എന്തായിരിക്കും അതിന്റെ ആൻസർ? നമുക്കൊന്ന് എഴുതി നോക്കാം. ഇറ്റ് ഈസ് എയുടെ പ്ലേസിൽ ഇതാണ് 1, ബിയുടെ പ്ലേസിൽ ഇതാണ് 2, സിയുടെ പ്ലേസിൽ 3, ഡിയുടെ പ്ലേസിൽ എന്താണ് 4 അല്ലേ? വിച്ച് ഈക്വൽസ് 1 whole divided by BCD. It is 2 into 3 into 4. ഏതാണ് എയും ബിയും വരുന്നത്? A equals 1, B equals 2, C equals D, C equals 3 and D equals 4. Okay, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. Then calculation അല്ലേ? which equals 1 divided by 2 into 3 6, 6 4s are 24. It is 1 upon 24. 1 divided by 24 എന്ന് പറയുന്ന ആൻസറിലേക്ക് വരികയാണ് ചെയ്തത്. ഇതുപോലെയുള്ള ഏത് ക്വസ്റ്റ്യൻസിലും ഈ ഐഡിയാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവർ എത്ര ഡിവിഷൻസ് വേണമെങ്കിൽ തന്നോട്ടെ, അതിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ ന്യൂമറേറ്ററിലേക്ക് ഇടുക, സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഫിഫ്ത് പാർട്ട് ഏത് പാർട്ടെല്ലാം ഡിനോമിനേറ്ററിലേക്ക് കീപ്പ് ചെയ്യാം. അപ്പൊ A divided by B divided by C divided by D equals A upon അല്ലേ A whole divided by BCD എന്ന് പറയുന്ന ആൻസറിലേക്ക് ഇക്വേഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? One more question from the previous question papers. Fourth question, 25 into 25 minus 15 into 15 whole divided by, it is 40. 25 into 25 minus 15 into 15 whole divided by 40. ഇപ്പൊ അടിസ്ഥാന ക്രിയകളും അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻസും നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെയായിരിക്കും നമ്മുടെ ഫോക്കസിങ് അല്ലെ. അതിൽ ഹയർ ഓർഡറിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്, ഒന്ന് സെക്കൻഡ് എന്താണ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള സർവ്വസമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ രണ്ടാമത്. അപ്പൊ രണ്ടും ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 25 into 25 അല്ലെ, എത്രയാണ് അത്? 625. അപ്പൊ കോമ്പറ്റേറ്റീവ് മാത്സ് പഠിക്കുന്ന ഒരാള് 30 വരെയുള്ള സ്ക്വയർസ് ബൈ ഹാർട്ട് ആവണം, 10 വരെയുള്ള ക്യൂബ്സ് ബൈ ഹാർട്ട് ആവണം. എന്തുകൊണ്ടാണ് ബൈ ഹാർട്ട് ആവണമെന്ന് പറയാൻ കാരണം അത് നിരന്തരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. 25 25 മൾട്ടിപ്ലൈ എന്ന് പോകണ്ട, 625 സിംപ്ലി റൈറ്റ്. Then 15 into 15 അത് എത്രയാണ്? 225 അല്ലേ? You can write it whole divided by 40. Then calculations. കാൽക്കുലേഷൻസ് വരുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു രീതി ഉണ്ടല്ലോ, എന്താണ് വർക്കിംഗ് കോളത്തിലേക്ക് പോയി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്. തുടക്കത്തിലേക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടൊന്നും തയ്യാറില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴോ ഇങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 5 സബ്ട്രാക്ട് ചെയ്യുന്നു, we get it is 0. Okay, 2 സബ്ട്രാക്ട് ചെയ്യുന്നു, again we get 0. 6 2 സബ്ട്രാക്ട് ചെയ്യുന്നു, we get 4. It is 400. Then whole divided by 40. Then calculations, zeros are strike off. Then 40 divided by 4, we get 10 is the required answer. ഇത് നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു? ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 25 into 25 25 സ്ക്വയർ എഴുതി, 15 into 15 15 സ്ക്വയർ എഴുതി, then whole divided by 40. സബ്ട്രാക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ മെത്തേഡ്, റോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു, കോളം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ ആദ്യം എടുത്ത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാനൊന്ന് കട്ട് ചെയ്താൽ മതി. 5 minus 5 0, 2 minus 2 0 and 6 minus 2 it is 4. Whole divided by 40, we get 40 divided 400 divided by 40, we get 10 is the required answer. ഈ പ്രോബ്ലത്തിനെ വേറെ രീതിയിൽ ചെയ്യുന്നവരും ഉണ്ടാവും, അതും കറക്റ്റ് തന്നെയാണ്. അപ്പൊ അവർ പറയും ഐഡന്റിറ്റീസ് യൂസ് ചെയ്തൂടെ അല്ലെ, അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ യൂസ് ചെയ്തൂടെ. തീർച്ചയായും ഏതാണോ വേഗത്തിൽ കിട്ടുന്നത് ആ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഏതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് അത് യൂസ് ചെയ്യും. മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവിടെ ചർച്ചാ വിഷയമേ അല്ല.
ഇതിൽ ഞാൻ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കാണിക്കും. എന്നിട്ട് അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പരിശോധിക്കാം. ഐഡന്റിറ്റീസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പൊ ആ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 25 ഇൻറ്റു 25 25 സ്ക്വയർ ആണിത്. 15 ഇൻറ്റു 15 15 സ്ക്വയർ ആണ്. ശരിക്കും നമ്മുടെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിറ്റീസിന്റെ ടേമില് 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ഡിവൈഡഡ് ബൈ 40 ആണ് എന്ത് നമ്മുടെ പ്രോബ്ലം. ശരിക്കും ഐഡന്റിറ്റീസ് വെച്ച് സിംപ്ലിഫൈ ചെയ്യുന്നവരാണ് എന്ത് എഴുതും? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ. ഏതാണ് എ? എ ഈക്വൽസ് 25, ബി ഈക്വൽസ് 15, എ ഈക്വൽസ് 25, ബി ഈക്വൽസ് 15. On substituting we get 25 plus 15 within bracket into 25 minus 15 again within bracket whole divided by whole divided by 40 whole divided by 40. Okay, then simplification, which is 25 plus 15 it is 40 into 25 minus 15 it is 10 whole divided by 40. Again simplification, 40 can be strike off, we get 10 is the required answer. Okay, ഈ സിംപ്ലിഫിക്കേഷൻ ട്രിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് വരാൻ കഴിയും. അപ്പൊ ഒരു ചോദ്യം തന്നെ ഡിഫറെന്റ് മെത്തേഡ്സിലൂടെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സമാന സ്വഭാവമുള്ള 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തു. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇത് എക്സാം വരെ കണ്ടിന്യൂസ് ആയി ഇതിന്റെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ അവയെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസ് അതിവേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. താങ്ക് യു.